ലക്ഷങ്ങളും കോടികളും മുടക്കി ഒരു സംരംഭം തുടങ്ങാൻ സ്ഥാപനം അല്ലെങ്കിൽ ഫാക്ടറി നിർമ്മിച്ച ശേഷം നിങ്ങൾക്ക് ഒരു ലൈസൻസ് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ആദ്യം വരുന്ന പേടി എന്തെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതെ, ലൈസൻസ് എന്ന നൂലാമാലകൾ തന്നെ. കോടികൾ മുടക്കിയ ശേഷം ലൈസൻസുകൾ കിട്ടാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്ത പല ബിസിനസ്സുകാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കയ്യിൽ കാശുണ്ട്, നല്ല ബിസിനസ് ഐഡിയയും ഉണ്ട്, പക്ഷേ ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതുതരം ബിസിനസ് ആണെങ്കിലും അതിന് നമ്മൾ നിർബന്ധമായും എടുത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ലൈസൻസ് എന്തൊക്കെയാണ്, അവ എങ്ങനെ സ്വന്തമാക്കാം എന്നതാണ്. ഹലോ, നമസ്കാരം. ഞാൻ സന്തോഷ് തോട്ടത്തിൽ. ഏവരെയും പുതിയ വീട്ടിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന് നമ്മുടെ നാട്ടിൽ ഔദ്യോഗികമായി ഒരു സ്ഥാപനം റൺ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഗവൺമെന്റ് ലൈസൻസ് വേണമെന്ന് ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ മറികടക്കാൻ കഴിയും. സത്യത്തിൽ കേരളത്തിൽ വിവിധ ലൈസൻസുകൾ എടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മുൻകൂട്ടി ചില ലൈസൻസുകൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സിമ്പിളായി സെറ്റ് ചെയ്യാം. ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ആദ്യം ഒരു സ്ഥലമോ കെട്ടിടമോ തയ്യാറാക്കുക എന്നതാണ്. അല്ലെങ്കിൽ റെന്റിനോ ലീസിനോ കണ്ടെത്തി അത് കൃത്യമായി ഒരു എഗ്രിമെന്റ് തയ്യാറാക്കി വെക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നത് MSME അഥവാ ഉദ്യം രജിസ്ട്രേഷൻ ആണ്. എന്താണ് ഉദ്യം രജിസ്ട്രേഷൻ എന്നല്ലേ? ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്ക് മുതൽ 250 കോടി വരെ ആനുവൽ ടേൺ ഓവർ വന്നേക്കാവുന്ന ബിസിനസ്സുകൾ ചെയ്യാൻ വേണ്ടി മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് കൂടാതെ ജില്ലാ വ്യവസായ കേന്ദ്രം എന്നിവ ഔദ്യോഗികമായി അംഗീകാരം നൽകുന്ന ലൈസൻസ് ആണിത്. മറ്റൊരു ലൈസൻസും എടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പൂർണ്ണമായും സൗജന്യമായി നേടാൻ സാധിക്കുന്ന ഒരു ലൈസൻസ് ആണ് ഉദ്യം രജിസ്ട്രേഷൻ. ഇത് പൂർണ്ണമായും സൗജന്യമായെന്ന് മാത്രമല്ല 10 മിനിറ്റ് കൊണ്ട് ലഭിക്കുകയും ചെയ്യും. ഗവൺമെന്റ് ആനുകൂല്യങ്ങൾക്ക് മാത്രമല്ല വിവിധ ബാങ്ക് ലോണുകൾക്കും നേടുന്നതിനും ഇത് അത്യാവശ്യമാണ്. ഉദ്യം ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്നത് ഇതേ ഉദ്യം വെച്ചുകൊണ്ട് തന്നെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ട്രേഡ് ലൈസൻസിന് അപേക്ഷിക്കുന്നതാണ്. തൊഴിലാളികളുടെ എണ്ണവും ടോട്ടൽ മുതൽ മുടക്കും കണക്കാക്കി ലോക്കൽ ബോഡി നിർദ്ദേശിക്കുന്ന നിശ്ചിത ഫീസ് ഇതിനായി നൽകേണ്ടതാണ്. നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഫാക്ടറികൾ, പ്രൊഡക്ഷൻ യൂണിറ്റുകൾ തുടങ്ങിയ ബിസിനസ്സുകളാണെങ്കിൽ, പുക, ശബ്ദം, മാലിന്യം എന്നിവ ഉണ്ടാക്കുന്ന ബിസിനസ് ആണെങ്കിൽ അതിനായി KSPCB അഥവാ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി അപേക്ഷിക്കണം. ഇത് അല്പം സമയമെടുക്കാവുന്ന ലൈസൻസ് രീതിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യമേ മലിനീകരണ നിയന്ത്രണ വകുപ്പിന്റെ ലൈസൻസിനായി ഡോക്യുമെന്റുകൾ പ്രിപ്പയർ ചെയ്യേണ്ട ചിലതരം ബിസിനസ്സുകൾക്ക് അത്യാവശ്യമാണെന്നത് പ്രത്യേകം. അതുപോലെ തന്നെ വലിയ കെട്ടിടങ്ങളും പബ്ലിക് സ്പേസും ആണെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി NOCക്കും അപേക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ ഇവ രണ്ടും സാധാരണ ബിസിനസ്സുകളെ സംബന്ധിച്ചോളം ഓപ്ഷണൽ ആണ്. അടുത്തത് ബേക്കറി, ഹോട്ടൽ, ചായക്കട, കാറ്ററിംഗ്, ചിപ്സ് യൂണിറ്റ് തുടങ്ങി വീട്ടിൽ നിർമ്മിക്കാവുന്ന അച്ചാറ്, കേക്ക് ഇത്ര ചെറുതാണെങ്കിലും എല്ലാവർക്കും എടുക്കേണ്ട ഒരു ലൈസൻസ് ഉണ്ട്. അതായത് ഭക്ഷണ വസ്തുക്കൾ ബിസിനസ്സായി പുറമെ വിൽക്കണമെങ്കിൽ നിർബന്ധമായും എടുത്തിരിക്കേണ്ട ലൈസൻസ് ആണ് FSSAI ലൈസൻസ്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എല്ലാതരം ബിസിനസ്സുകൾക്കും ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റിയുടെ അംഗീകാരം വേണം. അത് മീൻ വിൽക്കൽ ആണെങ്കിൽ പോലും അത് വേണം. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പാക്കറ്റിൽ അളവ് തൂക്കം എഴുതി വിൽക്കുന്ന ഉൽപ്പന്നങ്ങളോ അല്ലെ പ്രൊഡക്റ്റുകളോ ആണെങ്കിൽ അതിന് ലീഗൽ മെട്രോളജി വകുപ്പിന്റെ ലൈസൻസ് ആവശ്യമാണ്. അത് എടുക്കാത്ത വർഷം അത് വലിയൊരു ഫൈൻ ഇടാനുള്ള ചാൻസ് ഉണ്ട്. അതിനാൽ അങ്ങനെയുള്ള ബിസിനസ് ആരംഭിക്കാൻ പോകുന്നവർ കേരള ലീഗൽ മെട്രോളജി വകുപ്പിന്റെ അളവ് തൂക്ക ലൈസൻസ് നിർബന്ധമായി അപ്ലൈ ചെയ്ത് വെക്കേണ്ടതാണ്. പിന്നെ ഇനി എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈസൻസ് ആണ് GST എന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ എല്ലാ ബിസിനസിനും GST നിർബന്ധമില്ല, എന്നാൽ പല ബിസിനസിനും ആവശ്യമാണ്. വിശദമാക്കാം. കേരളത്തിൽ ഒരു സർവീസ് ബിസിനസ്, ഉദാഹരണത്തിന് ഓൺലൈൻ സെന്ററുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കൺസൾട്ടൻസി, ഡിസൈനിങ് പോലുള്ള ജോലികൾ തുടങ്ങിയ സർവീസ് നൽകുന്നവർക്ക് വാർഷിക വരുമാനം 20 ലക്ഷം രൂപ കഴിഞ്ഞാൽ മാത്രമാണ് GST നിർബന്ധമാക്കുന്നത്. അതേസമയം സാധനങ്ങൾ വാങ്ങി വിൽക്കുന്ന ബിസിനസ്, ഉദാഹരണത്തിന് ഗ്രോസറി ഷോപ്പ്, ടെക്സ്റ്റൈൽ ഷോപ്പ്, ഹാർഡ്വെയർ, മൊബൈൽ ഷോപ്പ് തുടങ്ങിയവയിൽ വാർഷിക വരുമാനം അല്ലെങ്കിൽ വാർഷിക ടേൺ ഓവർ 40 ലക്ഷം രൂപ കഴിഞ്ഞാൽ GST എടുക്കണം. ഇപ്പോൾ പലർക്കും വരുന്ന സംശയം, എന്റെ വരുമാനം ഈ പറഞ്ഞ പരിധിയിലൊന്നുമില്ല എങ്കിൽ എനിക്ക് GST വേണ്ടല്ലോ എന്ന്. സാധാരണ സാഹചര്യത്തിൽ വേണ്ട, പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വരുമാനം കുറവായാലും GST വേണം. ഉദാഹരണം പറയാം, നിങ്ങൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള E-commerce പ്ലാറ്റ്ഫോം വഴി സാധനങ്ങൾ വിൽക്കുന്നവരാണെങ്കിൽ ടേൺ ഓവർ കുറവായാലും സാധാരണ രീതിയിൽ GST വേണം. അതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നവർക്കും ഇൻഡർസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കും GST നിർബന്ധമാണ്. കൂടാതെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്നവർക്കും GST അത്യാവശ്യമാണ്. പറഞ്ഞു വരുന്നത് GST എല്ലാവർക്കും വേണം എന്നതും തെറ്റാണ്. ചെറിയ ബിസിനസ് ഒരിക്കലും വേണ്ട എന്ന് പറയുന്നത് തെറ്റാണ്. അതായത് GST തീരുമാനിക്കുന്നത് ടേൺ ഓവർ മാത്രം നോക്കിയല്ല, ഒരു ബിസിനസ് മോഡലും കൂടെ നോക്കിയാണെന്നാണ് സത്യം. ഒരു ബിസിനസ് സ്വപ്നം ആരംഭിക്കുന്ന മുമ്പ് തന്നെ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു സംരംഭം ആരംഭിക്കാൻ വേണ്ടി അടിസ്ഥാനപരമായി നമ്മൾ മുൻകൂട്ടി കരുതിയിരിക്കേണ്ട വിവിധ ലൈസൻസിനെ കുറിച്ച് ഒരു ധാരണ എല്ലാവരും കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. വരും ദിവസങ്ങളിൽ ബിസിനസ് സംബന്ധമായ പ്രധാന ഗവൺമെന്റ് ലൈസൻസുകൾ, തൊഴിൽ നിയമങ്ങൾ, കൂടാതെ AI യുഗത്തിലെ പുതിയ ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് ടിപ്പുകൾ തുടങ്ങി ബിസിനസ് സംബന്ധമായി വേണ്ട എല്ലാവിധ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയി ഈ പേജ് വഴി ഞാൻ പങ്കുവെക്കുന്നതാണ്. ബിസിനസ് സംബന്ധമായ പുതിയ വീഡിയോകൾ കാണാൻ കൂടെ ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.